ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. ഒന്നും വീഡിയോ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഒരു കോണ്ടന്റും എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പാർസൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ അൺബോക്സ് ചെയ്തിട്ടൊരു കോണ്ടന്റ് ആക്കിയാലോ എന്ന് ഞാൻ PR ഒന്നുമല്ല, നല്ല പൈസ കൊടുത്ത് നമ്മൾ തന്നെ വാങ്ങിയിട്ടുള്ള സാധനമാണ് കേട്ടോ. സോ ഇതെല്ലാം അപ്പുവിൻ്റെ പേരിൽ വന്നിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് കാണിക്കേണ്ട സാധനങ്ങളാണെങ്കിൽ ഞാനത് കാണിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ പോലും ഞാൻ അപ്ലോഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് പാർസൽസ്. വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. നമുക്കൊരു ലെങ്തി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, ബട്ട് നോക്കാം. ലൈറ്റുള്ള സ്ഥലത്ത് ക്യാമറ വെക്കണം എന്നാണ് ഒരു കിടപ്പ്. പക്ഷേ നമുക്ക് ആ സ്ഥലത്ത് ക്യാമറ വെക്കാനുള്ളൊരു ഇത് ഞാൻ കണ്ടില്ല. അപ്പം ലൈറ്റ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഫേസിനൊക്കെ ഒരു ഗ്ലോ ഫീൽ ഒക്കെ വരുള്ളൂ. അതില്ല, വെളിച്ചം ചെറുതായിട്ട് വരുന്നുണ്ട്, ബട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം അതും റെക്കോർഡായി. അപ്പം നമുക്ക് തുറക്കാം. ആദ്യത്തേത് ഒരു വലിയ ബോക്സിൽ തന്നെ തുറന്ന് നോക്കാം. ഇത് കുറച്ച് വലുതാണ്. സോ നമുക്കിത് തന്നെ തുടങ്ങാം. വാവ്, ഇതൊരു ഡ്രസ്സാണ്. ഫസ്റ്റിലെ പാർസൽ ഇതാണ്, ഒരു ഡ്രസ്സാണുള്ളത്. അപ്പം എന്നോട് പറയാതെ വാങ്ങിയതാട്ടോ. സോ ക്യൂട്ട്, കൊള്ളാം. ആ ഡ്രസ്സ് ഒന്നും കൂടെ വെളിച്ചത്തിൽ നമുക്ക് കാണിക്കാം. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഗ്ലിറ്ററി എഫക്ട്സ് ഒക്കെ ഉള്ളൊരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. അടുത്ത ബോക്സ് തുറക്കാം. അടുത്ത ബോക്സ് അല്ല, ഇതിൽ തന്നെ ഇനിയും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നോക്കാം. അതിലൊരു കുഞ്ഞ് ഓക്കെ. എൻ്റെ പൊന്നെ, സീന് സാധനം. നല്ല കളർ കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറേ വീഡിയോ എടുക്കണമല്ലോ. അതാലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങളിനി കാണേണ്ടി വരുമല്ലോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ചെയിൻ. അത് നോക്കി, ഒരു പെൻഡൻറ്റ്. കൊള്ളാട്ടോ. ഇത് ജെൻസിൻ്റെയാ തോന്നുന്നു. ഇത് അപ്പുവേണ്ണ വാങ്ങിയാ തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊക്കെ സ്റ്റൈൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ വരുന്ന ഈ ചെയിൻ ആൻഡ് ദിസ് പെൻഡൻറ്റ്, യുനോ, കൊള്ളാം. അടുത്തത് അതിൻ്റെ കൂട്ടത്തിൻ്റെ ഒരു കുഞ്ഞു ബോക്സ് വേറെ ഉണ്ട്. ഹായ്, ഇത് നോക്കി, കൊള്ളാമല്ലേ? ഇത് അപ്പുവേണ്ണായിരിക്കും. ഇത് ലേഡീസ് അങ്ങനെ ഇട്ടിട്ട് കൊള്ളാം, പക്ഷെ ഇത് അപ്പുവേണ്ണായിരിക്കും, എനിക്കെല്ലാം തോന്നുന്നു. അതിൽ പിന്നെ ഒരു സാധനം. ഓ, ഇത് ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അറിയാത്ത പോലെ എക്സ്പ്രഷൻ ഇടണ്ട. കാരണം ഇത് ഞാനൊരു ബേസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ആൽദിയിൽ പോയപ്പോൾ.
ഒരു ചെടിയാണ് ബേസിൽ പോട്ട്. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഞാൻ എന്ത് വിചാരിച്ചു, ഇതിലിങ്ങനെ വെക്കും. ഇതിൽ വെച്ചിട്ട് ആ ചെടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാൻ പോകുന്നതാണ്. ഞാനത് ആ ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ചെടി ബേസിൽ. അങ്ങനെ തന്നെയാണോ വിളിക്കാമെന്നൊന്നും എനിക്കറിയില്ല. അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഓ, നിനക്ക് നല്ലൊരു പാത്രം കിട്ടിയല്ലോ, പൊളി. നമ്മുടെ കിച്ചണിൽ വെക്കാനാണ്. അപ്പോൾ കാണുമ്പോൾ നോക്കിയാൽ നല്ല രസമല്ലേ, ഭയങ്കര ഒരു എസ്തെറ്റിക്. നല്ല ഇത് ഭയങ്കര ഹെൽത്തിയാണ്. നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിലും കുറേ ഫുഡ് ഐറ്റംസിലൊക്കെ സാലഡിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമുക്കത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. ഓക്കേ, അപ്പോൾ ആദ്യത്തെ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തു. ഇനി നെക്സ്റ്റ് പാർസൽ. ദിസ് ഇസ് ദ നെക്സ്റ്റ് പാർസൽ. എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വന്നു. അപ്പോൾ നല്ല ഉപകാരമായി തുറക്കാൻ വേണ്ടിയിട്ട്. കാര്യമായി. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. വാവ്, a pant for him. Okay, ബാഗിയാണോ ഇത്? അല്ല, ഇതിലെ ബാക്കിലെ ബട്ടണൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അല്ല, നല്ല കളർ, എനിക്കിഷ്ടമായി. കൊള്ളാം. എനിക്കല്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. അതായിരുന്നു അപ്പം അതിൽ. ഇതിലൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ആ, ഉണ്ട്. ഇപ്പോൾ കളഞ്ഞേ കോമഡിയാണ്. ഇതിൽ തന്നെ ഈ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം നോക്കാൻ. ഇതാ, ഇതെന്താ? ഇത് ഇയർ സ്റ്റഡ് ആണ് കേട്ടോ. ഇത് ജെൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒറ്റൊരെണ്ണേ ഉള്ളൂ. അപ്പോൾ തന്നെ ഉണ്ട്, കാത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പിട്ട് നോക്കുന്നില്ല. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നൈസല്ലേ, കൊള്ളാം. അപ്പോൾ അടുത്തത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് വേണം തുറക്കാൻ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഉള്ളിൽ ക്ലോത്ത് ആണെങ്കിൽ അത് കീറിപ്പോവും അത്രയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ. Oh my god. ബൂഹോ എന്നൊരു ഡ്രസ്സാണ്. ബൂഹോ. ഓ, ഇതൊക്കെ ഇട്ടിട്ട് ഒരു പൊളിക്കണം. ഒരുപാട് കിട്ടി ഡ്രസ്സ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് നല്ല നല്ല ഡ്രസ്സുണ്ട്. കൊള്ളാം. ഇതെന്താണ്? ഏതോ അക്വേട്ടനാണ്, എനിക്കല്ല. ഇങ്ങനൊരു ബോക്സാണ് കേട്ടോ. ഒന്നും ഞാനല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് എൻ്റേതായിട്ടുള്ളൊരു ഇതാണ്. ഇതാണ്. എൻ്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഓൺ ദാറ്റ് ആസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇറ്റ്സ് എ മാച്ച്. ഇതെന്താ? ഡെസിക്കൻ ത്രോ അവേ. ഇത്രേ ഉള്ളൂ. പിന്നെ വേറൊരു പാഴ്സലുണ്ട്. അത് ഒരു മരുന്നാണ് കേട്ടോ, ഒരു ഓയിൻമെൻറ്റാണ്. അത് കാണിക്കാൻ ആവശ്യമില്ല. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള പാഴ്സൽസ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇനി എനിക്ക് എന്തെങ്കിലും കഴിക്കണം. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ ഇന്നലെ ഞാൻ ഓൾറെഡി പൊട്ടാറ്റോ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കഴിക്കണം. എൻ്റെ ലിപ്പ് നല്ല രസമല്ലേ ലിപ്പ്. ഈ ലിപ്പ് ഓയിൽ ഇത് റോഡിൻ്റെ ലിപ്പ് ബാമാണ് കേട്ടോ. സൂപ്പറാണ്.
ലിപ്പോ ലിബാവും നല്ല സൂപ്പറാണ്. നമ്മുടെ സ്കിന്നിനോട് ഏറ്റവും കൂടുതൽ മാച്ചായിട്ട് നിന്നോളും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 10 മിനിറ്റ് ആയോ ഈ വീഡിയോ എന്നെനിക്കറിയില്ല. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ലെങ്തി അല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ബെനഫിറ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അപ്ലോഡ് ചെയ്താൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നോക്കട്ടെ, ഇത് ലെങ്തി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. എൻ്റെ സ്ഥിരം പരിപാടിയിലേക്ക് പോകാം. ചപ്പാത്തി ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം, ചായയിൽ കോഫി കുടിക്കാം, കോഫി ഉണ്ടാക്കാം, കുടിക്കാം. അപ്പോൾ അതും കൂടി ആയിട്ട് ഇന്നത്തെ വ്ളോഗ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അതാണ് പ്ലാൻ. പാൻ ഉണ്ട് ഓൾറെഡി, പൊട്ടാറ്റോ കറി ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്തു. ഈ ഐഡിയ നിങ്ങൾക്കറിയോ? പൊതുവെ എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും. ചപ്പാത്തി മാവ് കുഴച്ച് അത് പരത്തി നമ്മളിങ്ങനെ ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ കയറ്റും. എന്നിട്ട് കഴിക്കേണ്ട സമയമാകുമ്പോൾ പാൻ ചൂടാക്കിയിട്ട് നമ്മളിത് ചുട്ടെടുക്കും. അതാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. സ്ഥിരമല്ല, എനിക്ക് മൂടുള്ളപ്പോഴേ ഞാനത് ഉണ്ടാക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് കോഫി ഉണ്ടാക്കാം. സോ അതിന് എനിക്ക് വേറെ പാൻ എടുക്കണം. ഇവിടെ ഓൾറെഡി ഉള്ള പാൻ എടുക്കാം. ഇന്നലെ കഴുകി വെച്ച പാനുണ്ട്. അപ്പം നമുക്ക് അതെടുത്തിട്ട് ഇതിലേക്ക് പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് സെറ്റാക്കാം. കോഫി കുടിക്കാൻ പോകുന്ന കോഫി കപ്പ് എടുക്കുന്നു. എന്നിട്ട് അതിൽ കുറച്ച് ഓക്കെ എന്തിനാ പറയുന്നല്ലേ, ഹാഫ് മിൽക്ക്. ഭയങ്കര ലേസിയാണ്, ഒരു മൂഡില്ല ഒന്നും ചെയ്യാം. ഞാനൊന്നും എടുക്കുന്നില്ല, വീഡിയോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഇന്ന് എനിക്ക് എൻ്റെ ഒരു സെൽഫ് ഡേ ആണ്. വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? എടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ എടുക്കുന്നുണ്ട് ആക്ച്വലി. എന്ത് മണ്ടിയാണ്. ഓക്കെ, വേണ്ടത്ര കോഫി. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കാം. സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. ആൻഡ് ആ സമയത്ത് നമുക്ക് നമ്മുടെ ചപ്പാത്തി എടുക്കാം. ഇതിലെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഭയങ്കര ഇതാവുമല്ലോ, സ്ട്രോങ് ആയി പോകും. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെ എക്സ്പ്രഷൻ ഇട്ട് പൊട്ടി, സോറി, പൊട്ടി, അടുത്ത പൊട്ടി. നൈസായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, അതിന് താഴെയുള്ളത് എടുക്കും ഞാൻ. അങ്ങനെ അതിനിപ്പോൾ ഇതാക്കണ്ട. അയ്യോ ഒറ്റ പൊട്ടുന്ന സാധാരണ ഇങ്ങനെ വരാറില്ല. വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ടാണ് പൊട്ടുന്നത് തോന്നുന്നത്. കണ്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് പൊട്ടി വന്നു. വീഡിയോ ഓഫാക്കാം. കോഫി പൗഡർ ഇടാം. ഷുഗർ കട്ട് ആയതുകൊണ്ട് ഷുഗർ ഇല്ലാത്ത കോഫിയാണ്. അപ്പോൾ കരിഞ്ഞ കോഫിയാണ്, ഭയങ്കര കയ്പായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ഷുഗർ കട്ട് ചെയ്തിരുന്നു കുറേ ദിവസമായിട്ട്. അതുകൊണ്ടാണോ ഈ ഒരു മൂഡ് ഓഫ് ഫീൽ ചെയ്യുന്നത്? സാധാരണ എനർജി ഫീൽ ചെയ്യുന്നത് എല്ലാവരും പറയാം ഷുഗർ കട്ട് ചെയ്താൽ. എനിക്കറിയില്ല, എനിക്കൊരു സുഖം കിട്ടുന്നില്ല, ഒരു മൃഗമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ട് എനർജറ്റിക് ആയിട്ട് വല്ല മൂവിയൊക്കെ കണ്ടിരിക്കട്ടെ. എനിക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും കോണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആവണം ഇന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു റോ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ഷൂട്ട് ചെയ്ത് വന്നിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ദാറ്റ്സ് ഇറ്റ്.
അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ ലൈവ് പോകണില്ല. ഇന്നലൊക്കെ ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2 ദിവസം ലൈവ് പോയി. അതിനുള്ളൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ലൈവ് പോകാനുള്ളൊരു മൂഡില്ല. മേ ബി കുറച്ച് കഴിഞ്ഞാൽ മൂഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഞാൻ ലൈവ് പോകും, അല്ലെങ്കിൽ പോല. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ബൈ.